ഹലോ ഫ്രണ്ട്സ്, ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ മറ്റൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അടക്കുന്നത് എങ്ങനെ? നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ എന്തായാലും അറിഞ്ഞിരിക്കണം. ബില്ലുകൾ സമയബന്ധിതമായി അടയ്ക്കാൻ സാധിക്കുക എന്നത് ക്രെഡിറ്റ് കാർഡിന്റെ ഏറ്റവും പ്രയോജനകരമായ ഉപയോഗങ്ങളിൽ ഒന്നാണ്. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ വൈകി അടച്ചാൽ ഉണ്ടാകുന്ന അധിക ഫീസ്, പലിശ എന്നിവ ഒഴിവാക്കാനായി ഉപഭോക്താക്കൾക്ക് മറ്റൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. ബാലൻസ് ട്രാൻസ്ഫർ, UPI, ക്യാഷ് അഡ്വാൻസ് എന്നിവ വഴി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ മറ്റൊരു കാർഡ് വഴി അടയ്ക്കാം. ബാലൻസ് കൈമാറ്റം, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കാൻ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ബാക്കി തുക മറ്റൊരു ക്രെഡിറ്റ് കാർഡിലേക്ക് മാറ്റാം. ഇത്തരത്തിൽ മറ്റൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലെ അധിക ബാലൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാം. മറ്റൊരു ക്രെഡിറ്റ് കാർഡിനായി ബിൽ പേയ്മെന്റുകൾ നടത്താനായി കുറഞ്ഞ പലിശ നിരക്കുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കേണ്ടത്. ഒരു കാർഡിൽ നിന്ന് മറ്റൊരു ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മറ്റു ബാങ്കുകൾ ഫീസ് ഈടാക്കുന്നത് ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ബാങ്കുകൾ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഡിജിറ്റൽ വാലറ്റുകൾ, പൈസ സൂക്ഷിക്കുന്നതിന് ഡിജിറ്റൽ വാലറ്റുകൾ ഇപ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റുകൾ ഉൾപ്പെടെ മിക്ക തരത്തിലുള്ള പേയ്മെന്റുകളും നടത്താൻ ഈ വാലറ്റുകൾ ഉപയോഗിക്കാം. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കുന്നതിനായി നിങ്ങളുടെ ഡിജിറ്റൽ വാലറ്റിൽ പണം ചേർക്കേണ്ടതുണ്ട്. ബാങ്കിന്റെ വെബ്സൈറ്റിൽ നിന്നോ കാർഡ് മറ്റ് ആവശ്യമായ വിശദാംശങ്ങളും നൽകി ഓൺലൈനിൽ നിങ്ങളുടെ ഡിജിറ്റൽ വാലറ്റിലേക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് എളുപ്പത്തിൽ ലിങ്ക് ചെയ്യാം. ഇതിനായി ബാങ്ക് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് ഒറ്റത്തവണ പാസ്വേഡ്, അതായത് OTP അടക്കുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ ഡിജിറ്റൽ വാലറ്റുമായി ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക് പണം ചേർക്കുകയും ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റുകൾ നടത്താൻ അത് ഉപയോഗിക്കുകയും ചെയ്യാം. ക്യാഷ് അഡ്വാൻസ്, മറ്റൊരു കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റുകൾ നടത്താനുള്ള മറ്റൊരു മാർഗമാണ് ക്യാഷ് അഡ്വാൻസ്. ബിൽ പേയ്മെന്റുകൾ നടത്താൻ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാം. ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള ക്യാഷ് അഡ്വാൻസ് പരിധി വരെ ഉപഭോക്താക്കൾക്ക് പണം പിൻവലിക്കാൻ സാധിക്കും. ക്രെഡിറ്റ് കാർഡ് വഴി പണം പിൻവലിക്കുമ്പോൾ ATM പിൻവലിക്കൽ ഫീസ് ഈടാക്കുമെന്ന കാര്യം ശ്രദ്ധിക്കുക. അതിനാൽ ഈ രീതി ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾക്ക് ചെലവേറിയതായി മാറിയേക്കാം. ക്രെഡിറ്റ് കാർഡ് ബില്ലുകളുടെ പേയ്മെന്റുകൾ രീതി കാർഡ് ഉടമകളുടെ സൗകര്യത്തെ അനുസരിച്ചാണ് ഉള്ളത്. മറ്റൊരു കാർഡിനായി പണമടയ്ക്കുന്നതിന് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ക്രെഡിറ്റ് പരിധി, പലിശ നിരക്ക്, കുടിശ്ശിക തിരിച്ചടക്കാനുള്ള ശേഷി എന്നിവ സംബന്ധിച്ച് ഉപഭോക്താവിന് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റുകളുടെ ഓരോ രീതിയും അനുബന്ധ ചെലവുകളും വിശദമായി വിശകലനം ചെയ്ത ശേഷം വേണം ഏത് മാർഗമാണ് ബില്ലുകൾ അടയ്ക്കാൻ സ്വീകരിക്കാൻ എന്ന തീരുമാനത്തിലെത്താൻ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ അപകട സാധ്യതകൾ ഉണ്ടെന്ന കാര്യം ഉപഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്തോ. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. ബൈ.